ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ പേടിച്ച് നിന്നിരുന്ന മക്കളോട് ഇതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തോക്കണം, ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്തെത്തിയ ഞാൻ ഒട്ടക ആളെ പുറത്ത് കയറ്റിയിട്ടുള്ള ആ ഇരിപ്പും നൃത്തമൊക്കെ പാടിയും കണ്ടേക്ക് എൻ്റെ ആഗ്രഹങ്ങളെ കണ്ട് മങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ അങ്ങനെ വേണ്ട മോള് കയറണ താഴെ എന്താ ഇവിടെ മാത്രം അങ്ങനെ ഇറങ്ങാ. ഫിനുവിന് വേണമെങ്കിൽ കയറിക്കോട്ടെ. ഇവിടെ അതല്ലേ രസം, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാലോ അല്ലേ. എന്നാ പോയിക്കോ. ബബുലു ലീനു ഇല്ലേ അത്ര ഉമ്മച്ചി കയറില്ല, കാക്കുവാണ് കയറുന്നത്. മക്കൾക്കൊക്കെ ധൈര്യം കൊടുത്തോണ്ടാന്ന് അറിയില്ല. ലാസ്റ്റ് എത്തിയപ്പോൾ മക്കളൊക്കെ എൻ്റെ കൂടെ കയറണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയിട്ടാ. ഒറ്റയ്ക്ക് തന്നെ കയറാൻ ഉള്ളിലൊരു പേടി കൊടുക്കാൻ നിൽക്കണം. എൻ്റെ കൂടെയാണ് മക്കൾ വരാൻ നിൽക്കുന്നത്. അപ്പോൾ അതാ ഇവിടുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ആ ഒരു മരുഭൂമി മൊത്തം കറക്കിയിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്ന് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ മക്കളെയും പൂതി കണ്ട് ഒട്ടക്കത്തിനൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിക്കിച്ചു. അവസാനം ശശിയായിട്ടാ. കാരണം ഞാനും മക്കളും കയറിയില്ല. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ക്യാമൽ സഫാരി വേണ്ട, പകരം നമുക്കൊരു വണ്ടി എടുത്ത് ഡെസേർട്ട് സഫാരിക്ക് ഇറങ്ങാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും ചേർന്ന്, അതാകുമ്പോൾ പിന്നെ സംഘമായിട്ടുണ്ട് ഇറങ്ങിയാൽ മതിയല്ലോ, ഒരൊറ്റ വണ്ടിയിൽ എല്ലാവർക്കും കൂടിയും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്ന് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെയാണല്ലേ. അല്ലെങ്കിൽ അതാ നല്ലത്. ഒറ്റയ്ക്കുള്ള യുദ്ധത്തിനൊക്കെ നമുക്ക് സംഘം ചേർന്നിട്ടുള്ള യുദ്ധത്തിനോടാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളതാ അങ്ങനെ ആ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കണിട്ടാ. ഇവിടെ വേറെയും പലവിധ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കാണാനും ചെയ്യാനൊക്കെ. എന്തായാലും വന്നതും ചെയ്തതും മുതലായി എന്ന് തോന്നിയിട്ടുള്ള ഒരു സഫാരി തന്നെയായിരുന്നു കേട്ടത്. ഒരുപാട് ആഗ്രഹിച്ചതുമാണ് പല വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നുള്ള. ക്യാമിൽ സഫാരി ചീറ്റി പോയെന്നുണ്ടെങ്കിലും ഇതെന്തായാലും ഫാമിലി അടക്കമായതുകൊണ്ട് തന്നെ നല്ല ധൈര്യത്തിൽ കയറി പറ്റിയിട്ടുണ്ട് കേട്ടാ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അങ്ങനെ അതാ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നു പറഞ്ഞ പോലെ കയറി തുടങ്ങുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയും ഡ്രസ്സും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടാ. നല്ല രസമുണ്ട്. കാരണം ഒരുപാട് ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങലും മറിയലും ഒക്കെ പാടിയാകുമ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളുള്ള പൂക്കും വിളി വല്ല അമ്യൂസ്മെന്റ് പാർക്കിൽ കയറി പോലായിരുന്നു കേട്ടാ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കാൻ പോണതിൻ്റെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിയിൽ ഇരുന്നങ്ങാണ്ട് വീഡിയോസും ഫോട്ടോസും എടുക്കലിച്ച കുറച്ച് മുഷ്കിലാണ്. കാരണം ഫോൺ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മറിഞ്ഞു പോവുക. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പോക്കിട്ടാ. വണ്ടി എന്ത് അടി കുടിഞ്ഞ അയ്യോ ഇത് പോണേ